എനർജി സ്റ്റോർഡ് ഇൻ സീരീസ് കോമ്പിനേഷൻ. ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഇക്വേഷൻ കണ്ടു. രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ Q² ഡിവൈഡഡ് ബൈ 2C എടുക്കാം, അല്ലെങ്കിൽ ഹാഫ് CV² എടുക്കാം. ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒന്നിലധികം കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ കപ്പാസിറ്ററുകളിൽ ഇൻഡിവിജ്വലായി അവർ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എനർജി സ്റ്റോർഡ് എത്രയാണ്? സീരീസ് ആയിട്ട് കുറേ കപ്പാസിറ്ററുകൾ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ സീരീസ് കോമ്പിനേഷൻ, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ U = Q² ഡിവൈഡഡ് ബൈ 2C ആണ്. നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നമ്മൾ U = Q² ഡിവൈഡഡ് ബൈ 2C എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്? സീരീസ് കോമ്പിനേഷനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കപ്പാസിറ്റർ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എല്ലാത്തിനും അക്രോസുള്ള ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ U = Q² ഡിവൈഡഡ് ബൈ 2C എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു 1 ഡിവൈഡഡ് ബൈ C നിങ്ങൾക്ക് കാണാം. Q² ബൈ 2നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്ന ടേം കാണാം. സീരീസ് കോമ്പിനേഷനിൽ 1/C എന്താണ്? 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അപ് ടു 1/Cn. അങ്ങനെയെങ്കിൽ സീരീസ് കോമ്പിനേഷനിലുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ 1/Cക്ക് പകരം നിങ്ങൾക്ക് 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അപ് ടു 1/Cn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q² ബൈ 2നെ ഞാൻ മാറ്റി നിർത്തി. 1/Cക്ക് പകരം 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 അപ് ടു 1/Cn. ഇനി Q² ബൈ 2 എന്ന് പറയുന്ന ടേമിനെ ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഇക്വേഷൻ എങ്ങനെ മാറും? U = Q² ഡിവൈഡഡ് ബൈ 2C1 പ്ലസ് Q² ഡിവൈഡഡ് ബൈ 2C2 പ്ലസ് Q² ഡിവൈഡഡ് ബൈ 2C3 പ്ലസ് അപ് ടു Q² ഡിവൈഡഡ് ബൈ 2Cn. ഇനി ശരിക്കും എന്താണ് Q² ഡിവൈഡഡ് ബൈ 2C1? ആദ്യത്തെ കപ്പാസിറ്ററിൽ മാത്രം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി U1. Q² ഡിവൈഡഡ് ബൈ 2C2 എന്താണ്? രണ്ടാമത്തെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി U2. അങ്ങനെ മൂന്നാമത്തെ ടേബിളിനെ നിങ്ങൾക്ക് U3 എന്ന് എഴുതാം. അവസാനം nth ടേബിളിനെ UN എന്ന് എഴുതാം. ടോട്ടൽ എനർജി സ്റ്റോർ ഇൻ സീരീസ് കോമ്പിനേഷൻ U = U1 പ്ലസ് U2 പ്ലസ് U3 അപ് ടു UN. സീരീസ് ആയിട്ട് ഒരുപാട് കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി സ്റ്റോർഡ് കാണാനായി എന്ത് ചെയ്താൽ മതി? ഇൻഡിവിജ്വൽ എനർജി സ്റ്റോർഡ് നമ്മൾ കൺസിഡർ ചെയ്ത് സം ചെയ്താൽ മതി. ഇതാണ് എനർജി സ്റ്റോർ ഇൻ സീരീസ് കോമ്പിനേഷൻ.